ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तु मे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. സമ്മാർജിത മഹാമാർഗ രഥ്യാപണക ചത്വരാം സിക്താം ഗന്ധജലൈർ ഉക്താം ഫലപുഷ്പാക്ഷതാങ്കുരൈ. സമ്മാർജിത മഹാമാർഗ രഥ്യാപണക ചത്വരാം സിക്താം ഗന്ധാജലൈർ ഉക്താം ഫലപുഷ്പാക്ഷതാങ്കുരൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്മാർജിത മഹാമാർഗരഥ്യാപണക ചത്വരാം സിക്താം ഗന്ധജലൈരുക്താം ഫലപുഷ്പാക്ഷതാങ്കുരൈ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അവേ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രധാന വീതികളും തുരങ്കങ്ങളും ഇടവഴികളും കമ്പോളങ്ങളും പൊതു സമ്മേളന സ്ഥലങ്ങളുമെല്ലാം പൂർണ്ണമായും വൃത്തിയാക്കി സുഗന്ധത്താൽ നനച്ചിരുന്നു. മാത്രവുമല്ല, ഭഗവാനെ സ്വാഗതം ചെയ്യുവാനായി ഫലങ്ങളും പുഷ്പങ്ങളും ഉടയാത്ത വിത്തുകളും ഒക്കെ എല്ലായിടത്തും വിതറിയിരുന്നു. ഹരേ കൃഷ്ണ. Very good. The highways, subways, lanes, markets, and public meeting places are all thoroughly cleansed and then moistened with center water. And welcome the Lord, fruits, flowers, and unbroken seeds were strewn everywhere. അപ്പോ ഭഗവാൻ അസ്തിനപുരം വിട്ടിട്ട് ദ്വാരകയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ്വാരകയിലേക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഒരാൾ വരാന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രയോ ദിവസങ്ങളായിട്ട് ദ്വാരകവാസികൾ ഭഗവാനെ കാത്തിരിക്കണം. കാരണം വെച്ചാൽ കുന്തി മഹാറാണി റിക്വസ്റ്റ് ചെയ്തു, യുധിഷ്ഠിര മഹാരാജാവ് യുധിഷ്ഠിരു കുറച്ച് ദിവസം കൊണ്ട് നിൽക്കണം. അങ്ങനെ ഡിലേ ചെയ്ത് അപ്പൊ അവർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഭഗവാൻ എല്ലാം കഴിഞ്ഞു, അവിടുത്തെ ദൗത്യമെല്ലാം കഴിഞ്ഞു, തിരിച്ചു വരാൻ പോവാണ്.
അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അവര് കാത്തു നിൽക്കുകയാണ്, ഭഗവാൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ്. അപ്പൊ അതിനുള്ള ഒരുക്കമാനങ്ങളൊക്കെ എത്രയോ ദിവസമായിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞ് നാളെ വരികയാണ്, അങ്ങനെയല്ല. അപ്പോൾ അവർ ഒരേ ദിവസമായിട്ട് ഇതിനുള്ള ഒരുക്കമാനം, അതാണ് ഇത്രയും. അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരുക്കമാനം ചെയ്യാൻ പറ്റില്ല. ഭഗവാനെ സ്വാഗതം ചെയ്യണം, സ്വീകരിക്കണം. സാധാരണ ഒരു വ്യക്തിയാണോ വരുന്നത്? അല്ലെ, പ്രപഞ്ചനാഥൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ് വരുന്നത്. ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. എങ്കിലും ഭഗവാനുള്ള പ്രേമം, ഭഗവാൻ ആണ് അറിഞ്ഞിട്ടാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അത്രയും അട്രാക്ഷൻ ഭഗവാനുണ്ട്, അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഭഗവാന് അത് അറിഞ്ഞാലും ശരി അറിഞ്ഞാലും ശരി, ഭഗവാൻ എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ് തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അത് അറിഞ്ഞിട്ടാവാം, അറിയാതെ ആയിരിക്കാം. പക്ഷെ അപ്പോ അവിടുത്തെ എല്ലാ വീഥികളും, എല്ലാ മാർക്കറ്റ് പ്ലേസസും പബ്ലിക് മീറ്റിംഗ് പ്ലേസസും എല്ലാം വളരെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തോരണങ്ങള്, അലങ്കാരങ്ങള് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തെ വേദിക് സഭ്യത അനുസരിച്ചിട്ട്, വേദിക് കൾച്ചർ അനുസരിച്ചിട്ട്, ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ എന്താ, ലൈറ്റ് കൊണ്ടാണ് അലങ്കാരം. ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു വേദിക് സ്റ്റൈലിലല്ല എന്ന് മാത്രം. അന്ന് എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ടാണ്. നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ചാണകം മെഴുകിയിട്ട് സെന്റഡ് വാട്ടറൊക്കെ തെളിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഇന്നെല്ലാം എല്ലാത്തിനും നമ്മുടെ വീട്ടിലെ, എൻ്റെ മുറ്റത്ത്, ശരിക്കും മുറ്റത്ത് എല്ലാം ടൈൽസ് ഇട്ടിട്ടാണ്, എല്ലാം ആർട്ടിഫിഷ്യലാണ്. നമുക്ക് ആ ഒരു നേച്ചറായിട്ടുള്ള ഒരു ഇതേ ഇല്ല. എല്ലാം എവിടെ നോക്കിയാലും സിമെന്റും അതേപോലെ ടൈൽസും കാര്യങ്ങളാണ്. അന്ന് വളരെ ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സഭ്യത, ആ വേദിക് കൾച്ചറാണ്. അപ്പോ ചാണകം എന്ന് പറഞ്ഞാൽ വളരെ, അത് പ്യൂരിഫൈങ് ഒരു ഏജന്റും കൂടിയാണ്. വളരെ റീസെന്റ് സയന്റിസ്റ്റുമാരും കണ്ടുപിടിച്ചത് ഇത് പ്യൂരിഫൈങ് ആണ്, അത് ആന്റിസെപ്റ്റിക് ആണ്. അപ്പൊ അന്ന് എത്രയോ കാലം മുതൽക്ക്, വേദിക് ടൈം മുതൽക്ക്, 5000 വർഷം മുതൽക്ക് ചുരുക്കി എന്ന് പറയാം. നമുക്കറിയാം. അതായത് ഒരു ജീവിയുടെ സ്റ്റൂൾ അത് കണ്ടാമിനേറ്റഡ് ആണ്, അല്ലേ? അതിനെ ആരും ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ പശുവിൻ്റെ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ഇത് മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ശംഖ്, അല്ലേ? ശംഖ് അതൊരു ഷെല്ലാണ്, ഒരു ബോണാണ് ഒരു ജീവിയുടെ. അതും മംഗളകർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ ഫിസിക്കലി വരികയാണ്. ഭഗവാൻ ഈവൻ നമ്മള് ക്ഷേത്രങ്ങളിൽ, നമ്മുടെ വീട്ടില് വേർഷിപ്പ് ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? എല്ലാം നല്ല ഐറ്റംസ് കൊണ്ട്, ഏറ്റവും പ്യുവറായിട്ടുള്ള ഐറ്റംസ്, ഏറ്റവും മെച്ചപ്പെട്ട ഐറ്റംസാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ശംഖ്, അല്ലെ, ശംഖ് ഉപയോഗിക്കും, ധൂപം ഉപയോഗിക്കും, ദീപം ഉപയോഗിക്കും, അർഘ്യ, കർച്ചീഫ്, പിന്നെ ഫാന്, ചാമര, ഇതെല്ലാം ബെല്ല്, ഇതെല്ലാം ഉപയോഗിക്കും. ഇതെല്ലാം മംഗളകർമ്മത്തിന്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണലി ചെയ്ത്, നമ്മളുടെ ഉള്ളിലേക്ക് ഭഗവാനെ, ഹൃദയത്തിലേക്ക് ഭഗവാനെ വിളിക്കുമ്പോൾ, നമ്മൾ ക്ഷണിക്കുമ്പോൾ, നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ, നമ്മളുടെ ഹൃദയം മാലിന്യം ഇല്ലാത്തതായിരിക്കണം, അല്ലേ? അപ്പൊ എക്സ്റ്റേണലി നമ്മളെല്ലാം ക്ലീൻ ചെയ്തു, വീഥികളും അതേപോലെ ജംഗ്ഷൻസും മാർക്കറ്റ് പ്ലേസും എല്ലാം ക്ലീൻ ചെയ്തു, തോരണം കൊണ്ടും അലങ്കാരം കൊണ്ടും എല്ലാം ഡെക്കറേറ്റ് ചെയ്തു ഭഗവാനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ നമ്മളുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ ക്ഷണിക്കുന്ന സമയത്ത് അവിടെ മാലിന്യം പാടുണ്ടോ? അവിടെ മാലിന്യം പാടില്ല. അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ ക്ലെൻലിനെസ് മാത്രം പോരാ, ഇന്റേണൽ ക്ലെൻലിനെസ്സും കൂടി വേണം. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിലെ ഗുണ്ടിച മാർജനം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു ഇന്റൻഷൻ, അതിനുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? ഗുണ്ടിച മാർജനം എന്ന് പറഞ്ഞാൽ, ഗുണ്ടിച ടെമ്പിള് വൃന്ദാവനമായിട്ടും ജഗന്നാഥ് പുരി അത് ദ്വാരകാപുരിയായിട്ടും ദ്വാരകധാമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര ക്ലീൻ ആയിരിക്കണം, അവിടെ യാതൊരു മാലിന്യവും പാടില്ല. അപ്പൊ എക്സ്റ്റേണലി അത് കാണിച്ചു കൊടുക്കുകയാണ്. എത്ര ആ ഗുണ്ടിച മാർജനത്തിൽ എത്ര അഴുക്കുകളാണ് ഇവരെല്ലാവരും കൂടിയിട്ടെടുത്ത്. അതേപോലെ നമ്മുടെ ഹൃദയത്തിനും ജന്മാന്തരമായിട്ടും കൊണ്ടു നടക്കുന്ന അഴുക്കുകൾ, മാലിന്യങ്ങളെ ക്ലീൻ ചെയ്താൽ മാത്രമേ ഭഗവാൻ അവിടെ ആസനസ്ഥനായിരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ അതേപോലെ നമ്മളും നമ്മളുടെ ഹൃദയത്തിലുള്ള ആ കൽമശങ്ങളെ ക്ലീൻ ചെയ്യണം, ശുദ്ധീകരിക്കണം. എന്നാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വിരാജമാനാവും.
അപ്പൊ ഇവിടെ ഭഗവാനെ അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ പോവാണ്, ദ്വാരകവാസികളെ അങ്ങനെ സ്വാഗതം ചെയ്യാൻ പോവാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആനന്ദം കാണിച്ച് എത്രയോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വീണ്ടും അവിടേക്ക് വരുന്നത്. ആ ഭഗവാൻ പ്രാണനാണ്, ആ ഭഗവാനെയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടിയാണ്. പിന്നെ അതുമാത്രമല്ല, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് ഓരോ ഉപഹാരങ്ങളും കൊടുക്കുന്നു, അല്ലെ? അപ്പൊ നമ്മളും തന്നെ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നമ്മൾ ഉപഹാരങ്ങൾ, ഗിഫ്റ്റ്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ? എല്ലാവരും ചെയ്യുന്നു, ഭക്തന്മാർ എല്ലാവരും ചെയ്യുന്നു. നമ്മൾ ഒരു സാധുവിനെ കാണാൻ പോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ കൂടെ പോകാൻ പാടില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അഗർബത്തിയോ അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ കൊണ്ടുപോകണം. അത് ഭഗവാൻ നമ്മളുടെ സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്, നമ്മളുടെ സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. അല്ലാണ്ട് അതിന്റെ മൂല്യം നോക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തഥം ഭക്തിയാ ഉപകൃതം സ്നാമി പ്രയതാത്മന. സ്നേഹത്തോടുകൂടി എന്താണോ തരുന്നത് അത് ഞാൻ, അല്ലാണ്ട് അതിന്റെ ഭൗതിക മൂല്യമല്ല നോക്കുന്നത് ഭഗവാൻ. അപ്പൊ ഭഗവാനെ സ്വീകരിക്കുക. ഭഗവാൻ വൃന്ദാവനത്തിന് മധുരയിൽ പോയി, അക്രൂരം കൊണ്ടുപോയി. ഓക്കെ, അങ്ങനെ മധുരവാസികൾ എന്തൊരു ആശ്ചര്യത്തോടുകൂടി, എന്തൊരു സന്തോഷത്തോടുകൂടിയാണ് ഭഗവാനെ ഇവിടെ കാണുന്നത്, ഭഗവാനെ റിസീവ് ചെയ്യുന്നത്, അല്ലെ? അതേപോലെ ഭഗവാൻ അസ്യനപുരത്ത് നിന്ന് ദ്വാരകയിലേക്ക് വരുമ്പോൾ അവരുടെ വിഷമം, ഭഗവാന്റെ അവിരഹത്തിലുള്ള വിഷമം എങ്ങനെയാണ് അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്, ഭഗവാനെ കീർത്തിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇവിടെ റിസീവിങ് എൻഡിലാണ്. ദ്വാരവാസികൾക്ക് വളരെ സന്തോഷം, കാരണം ഭഗവാൻ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. നമ്മള് ശ്രീല പ്രഭുപാദ, നമുക്കറിയാം ശ്രീല പ്രഭുപാദ 1900 എപ്പോഴാണ്, ഏത് കൊല്ലത്തിലാണ് പോയത് അറിയോ? അമേരിക്കയിലേക്ക് ഏത് കൊല്ലത്തിലാണ് പോയത് ശ്രീല പ്രഭുപാദ? 1965 ഏത് ദിവസം, ഏത് മാസം? അതറിയില്ല. ജലദൂതയിൽ പോയി. ഏത് മാസം, ഏത് ദിവസമായിരുന്നു അത്? ഓഗസ്റ്റ്. അതെ, ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 13-ാം തീയതിയാണ് 1965 70-ാമത്തെ വയസ്സ് ജലദൂതയിലായിരുന്നു ആഘോഷിച്ചത്. 69 കഴിഞ്ഞ് 70-ാമത്തെ വയസ്സ് ജന്മാഷ്ടമി അവിടെ കൊണ്ടാടി. ജലദൂത 2 ഹാർട്ട് അറ്റാക്ക് വന്നു. ഓക്കെ, കൊച്ചി കൊളംബോ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. പ്രഭാതയുടെ കയ്യിൽ വെറും 40 രൂപയിലുണ്ട്. 40 രൂപ. ആ സെപ്റ്റംബർ 19-ാം തീയതിയാണ്, സെപ്റ്റംബർ 19-ാം തീയതിയാണ് ന്യൂയോർക്ക് ഹാർബറിൽ അവിടെ ഇറങ്ങുന്നത്. ആരെങ്കിലും റിസീവ് ചെയ്യാണ്ടായിരുന്നു? ഒരു മഹാവൈഷ്ണവൻ, ഓക്കെ, ഒരു ഋഷിവര്യൻ, ഒരു മഹാസന്യാസിയാണ് അവിടെ എത്തുന്നത്. ആരെങ്കിലും റിസീവ് ചെയ്യാണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഈ വക ഒരു സ്വാഗതം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലേ? അപ്പൊ ഒരു ആചാര്യൻ വരുമ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്യണം, എത്ര നമ്മൾ അവരെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ വേണ്ടി ചെയ്യണം. അന്ന് ആ കാലത്ത് ആരുണ്ടായിരുന്നില്ല. പ്രഭുപാദ പറയുന്നത്, സത്സ്വരൂപ് ദാസ് ഗോസ്വാമി പറയുന്നത്, അവിടെ ഇറങ്ങിയ ശേഷം ഹാർബറിൽ ഇറങ്ങിയ ലെഫ്റ്റിൽ തിരിയണോ റൈറ്റിൽ തിരിയണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഭാഗ്യത്തിന് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, ബട്ട്ലർ പെൻസിൽവാനിയയിൽ. അവിടേക്ക് ബസ് കയറി പോയി, ഒറ്റയ്ക്ക്, ഒരാളും റിസീവ് ചെയ്യാനില്ല. അതായത് ഒരു ഫോറിൻ ലാൻഡില്, അന്യദേശത്ത്, അതും 70-ാമത്തെ വയസ്സിൽ. നമ്മളൊരു 10, 25, 30 വയസ്സാണ് നമുക്ക് ആ ചുറുചുറുക്കും എൻത്യൂസിയസും ആ കഴിവും ധൈര്യവും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് 70-ാമത്തെ വയസ്സിൽ. എന്താണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് നമുക്കറിയില്ല. ഒരേ ഒരു ശരണം, ഭഗവാന്റെ ശരണം, ഭഗവാന്റെ ആശ്രയം മാത്രം. അപ്പൊ അങ്ങനെ പ്രഭുപാദ അവിടുന്ന് ബസ് പിടിച്ചിട്ട് ബട്ട്ലർ പെൻസിൽവാനിയയിൽ പോയി ഗോപാൽ അഗ്രവാൾ, സാലി അഗ്രവാളിന്റെ വീട്ടിലാണ്, അവിടെയാണ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ അവര് മാക്സിമം പ്രഭുപാദയെ സഹായിച്ചു. പക്ഷെ എന്താണ്, അവര് മീറ്റ് ഈറ്റേഴ്സ് ആണ്. അവരുടെ ഫ്രിഡ്ജിലാണ് പ്രഭുപാദയുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല ഒരു സന്യാസി വരൻ. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന് ഒരു ഹയർ പർപ്പസ് ഉണ്ട്, ഒരു മിഷൻ ഉണ്ട്. തൻ്റെ ഗുരു മഹാരാജിന്റെ സന്ദേശം, നിർദ്ദേശം അത് പാലിക്കാന്നുള്ള ഒരു ഹയർ പർപ്പസിനെ ഈ
എല്ലാ അസൗകര്യങ്ങളും സംഘർഷങ്ങളും എല്ലാം അതിനെ വളരെ ലൈറ്റാക്കി എടുത്ത് അതിനെല്ലാം അതിജീവിച്ച് അവിടെ കുറച്ച് ദിവസം താമസിച്ചു. ഇതിങ്ങനെ താമസിച്ചാൽ ഇവിടെ ശരിയാവില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം കഷ്ടി ഒരു മാസം താമസിച്ചു. പിന്നീട് ഒരു പരിചയ ത്രൂ ന്യൂയോർക്കിലേക്ക് വന്നു. ന്യൂയോർക്കില് അവിടെ ആനന്ദ ആശ്രമം, അതായത് രാമമൂർത്തി ശർമ്മ പറഞ്ഞിട്ടുള്ള ഒരു യോഗ സ്റ്റുഡിയോ നടത്തുന്ന ഡോക്ടറാണ്, ഡോക്ടർ രാമമൂർത്തി ശർമ്മ. അദ്ദേഹത്തിന്റെ ആനന്ദാശ്രമ യോഗ സ്റ്റുഡിയോ, അവിടെ കുറച്ച് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു, ഇവിടെ വന്ന് താമസിച്ചോളൂ, ഇവിടെ വന്ന് പ്രീച്ച് ചെയ്തോളൂ, ഇവിടെ വന്ന് പ്രചാരണം ചെയ്തോളൂ. അപ്പൊ അവിടെ ചെന്നു, അവിടെ കുറച്ച് ദിവസം താമസിച്ചു. ഓക്കെ, ഏകദേശം 4 മാസത്തോളത്തെ അവിടെ താമസിച്ചു. ഒക്ടോബറിലത്തെ അവിടെ പോകുന്നത്. ഒക്ടോബറിൽ പോയിട്ട് ഏകദേശം ജനുവരി ഫെബ്രുവരി വരെ താമസിച്ചു. പക്ഷെ അവിടെ പ്രചാരം ചെയ്യാനുള്ള ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം മുഴുവൻ ഒരു മായവാദ ഫിലോസഫി പ്രീച്ച് ചെയ്യുന്ന ആളായിരുന്നു ഈ ശർമ്മ. സോറി, നോട്ട് ശർമ്മ, മിശ്ര, രാമമൂർത്തി മിശ്ര, സോറി, ഈ മിശ്ര, ഡോക്ടർ മിശ്ര. അപ്പോൾ അദ്ദേഹം മായവാദ ഫിലോസഫി പ്രീച്ച് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ പ്രഭുപാദയ്ക്ക് വളരെ ലിമിറ്റ്സ് ആയിട്ടുള്ള സമയം കൊടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആണ്, പിന്നെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വരും പറഞ്ഞറിഞ്ഞിട്ട്. അപ്പോൾ പ്രഭുപാദയ്ക്ക് കൂടുതൽ സമയം കൊടുക്കില്ല. അപ്പൊ മിശ്ര അതിൽ ഇന്റർഫിയർ ചെയ്യും, നിർത്താൻ വേണ്ടി പറയും. അപ്പൊ അങ്ങനെ നിർത്തിയില്ല, അവിടുന്ന് പ്രചരിപ്പിക്കാൻ പറ്റില്ല വീണ്ടും. അപ്പൊ അദ്ദേഹം പ്രഭുപാദം എന്ത് ചെയ്തു, ആ ബിൽഡിംഗ് തന്നെ 2 നില താഴെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് അതിലേക്ക് മാറി, മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട്. അതായത് പ്രഭുപാദയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ചില ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് താഴേക്ക് മാറി. പക്ഷെ അവിടെ കിച്ചണില്ല. അപ്പോഴും ഈ ഡോക്ടർ മിശ്രയുടെ കിച്ചൺ ഉപയോഗിക്കണം. ഡോക്ടർ മിശ്രയുടെ കിച്ചൺ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസം നിന്നു. വീണ്ടും അവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ബൗറിയിലേക്ക് പോയി. ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ബൗറിയിലെ ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ കൂടെ ഷെയർ ചെയ്യുക ചെയ്ത്. ആ സമയത്ത് റൂമിലെ മോഷണം നടന്നു. ടൈപ്പ് റൈറ്ററും ടൈപ്പ് റെക്കോർഡറും ഒക്കെ മോഷണം നടന്നു. അവിടെയും നിർത്തിയില്ല. അവിടെ നിന്നാണ് ഏകദേശം ഏപ്രിൽ മാസത്തിലൊട്ട് എവിടേക്ക് പോയത്, 22nd അവന്യൂവിൽ പോയത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റും ഒരു സ്റ്റോർ ഫ്രണ്ടും. അതാണ് ആദ്യത്തെ സെന്റർ ഇസ്കോണിന്റെ. അപ്പൊ അവിടെ വരുന്ന ആൾക്കാരൊക്കെ കുറച്ച് കൂടുതൽ പാപകർമ്മങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു കൂടുതലും, അല്ലെ? എങ്കിലും പ്രഭുപാദ ഒന്നും നോക്കിയില്ല, ഒരു ഫിലോസഫിയും പറഞ്ഞു കൊടുത്തില്ല, വെറും കീർത്തനം. അപ്പൊ എല്ലാ സൺഡേയും രാവിലെ ക്ലാസ് ഉണ്ടാവും. രാവിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത. പക്ഷെ ആ ഭഗവത്ഗീത ക്ലാസ്സിൽ ആസനത്തിൽ ഇരിക്കുന്ന സമയത്ത് പ്രഭുപാദ വളരെ ഗ്രേവായിരിക്കും, വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കും. അവിടെ ഒരു കളി തമാശയുമില്ല. കാരണം ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ കഥകളാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് ഇവരെല്ലാം കേൾക്കും. വൈകുന്നേരം കീർത്തന സമയത്ത് എന്ത് ഇൻസ്ട്രുമെന്റ് അവരത് അന്നത്തെ ആ ഹിപ്പി കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് അവരെ കീർത്തനം അക്കമ്പനി ചെയ്യുമായിരുന്നു. അപ്പൊ പ്രഭുപാദരെ കീർത്തനം വളരെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അപ്പൊ അങ്ങനെ അറിഞ്ഞ് കുറെ ആൾക്കാർ പറയുന്നു. മോഡ് സ്ട്രീറ്റ് ബോയ്സ് പണ്ട് 2-3 ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒന്ന് കീത്ത്, ഒന്ന് ഹൊവാർഡ്, ഒന്ന് വാലി. ഇവർ 3 പേരും അടുത്തുള്ള ഒരു സ്ട്രീറ്റ് മോഡ് സ്ട്രീറ്റിലാണ്. അപ്പൊ ഇവരെ മോഡ് സ്ട്രീറ്റ് ബോയ്സ് എന്ന് അറിയാം. പ്രഭുപാദ സെപ്റ്റംബർ 13 അവിടെ കപ്പലിറങ്ങി ജലദൂത. സെപ്റ്റംബർ 29 അതായത് ഹൊവാർഡ്. പിന്നീട് അദ്ദേഹം ഹയഗ്രീവൻ ആവുന്നു. കീർത്തനാനന്ദ സ്വാമി ആവുന്നു. അപ്പൊ കീത്തും ഹയഗ്രീവും ഇന്ത്യയിലേക്ക് പോയി സ്പിരിച്വാലിറ്റി തേടിക്കൊണ്ട്. അവർ 1-2 മാസം ഹരിദ്വാറിലും ഋഷികേശിലും ബദ്രിനാഥിലൊക്കെ താമസിച്ച് തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് ഹയഗ്രീവൻ കാണാണ് ആരെ, പ്രഭുപാദ. അപ്പൊ പ്രഭുപാദ പറയാണ്, അങ്ങ് ഇന്ത്യക്കാരനാണോ സ്വാമിജി? അപ്പൊ എന്താണ് ചെയ്യുന്നത് ഇവിടെ? കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ 22nd അവന്യൂവിലാണ് ഞങ്ങളുടെ ഇതുള്ളത്, ഞങ്ങൾ ക്ലാസ് വയ്ക്കുന്നുണ്ട്, കീർത്തനുണ്ട്, അപ്പോൾ വരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഹോവാർഡും കീത്തും വാലിയും കൂടി അവിടെ പോവാണ്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോൾ
പ്രഭുപാദ ഒന്നും പറയുന്നില്ല, വെറും കീർത്തനം, വെറും ക്ലാസ് എല്ലാം സ്വന്തം ചെയ്യുന്നു. ഇവർക്ക് എല്ലാവർക്കും പ്രസാദം ഭക്ഷണം ഉണ്ടാക്കിയത് ഓഫർ ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നു. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, എല്ലാം സ്വന്തം ക്ലീൻ ചെയ്യുന്നു. ഇവരെല്ലാം വൃത്തികേടാക്കി പോകുന്നു. കാരണം വെച്ചാൽ അവരുടെ ഹിപ്പി കൾച്ചർ, അവരൊന്നും ചെയ്യില്ല. അവർ വരാ, ഇതെല്ലാം കേൾക്കുക, പ്രസാദം കഴിക്കുക, പോവുക. കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ തോന്നി, ഈ സ്വാമിജി ഇത്ര വയസ്സായിട്ടും നമ്മളെ ഇത്രയും ശ്രദ്ധയോടുകൂടി ഒരു കെയറോടുകൂടി നമ്മളെ നോക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു മനോഭാവം അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. എസ്പെഷ്യലി കീർത്തനും വാലിക്കും, അതേപോലെ ഹോവാർഡ്, അതായത് ഹയഗ്രീവ് അതായത് ഹോവാർഡ് ഹയഗ്രീവനായി, കീത്ത് കീർത്തനാനന്ദായി, അതേപോലെ വാലി ഉമാപതിയായി പിന്നീട് ഇനീഷ്യേഷനൊക്കെ ശേഷം. അപ്പൊ അവർ വിചാരിച്ചു നമുക്ക് സ്വാമിജിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അവിടെ അവർക്ക് ആ വേദിക് സഭ്യത, പ്രഭുപാദയുടെ ആ ഒരു എംപവർമെന്റ് അവർക്ക് മനസ്സിലാക്കി. അപ്പോ ഇവർ 3 പേരും കൂടിയിട്ട് വലിയൊരു കാർപ്പറ്റ് കൊടുത്തിട്ട് ആ അപ്പാർട്ട്മെന്റ് വിരിച്ചു. പ്രഭുപാദയ്ക്ക് അറിയില്ല, പ്രഭുപാദ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഇവരെല്ലാം വിരിച്ചു. പിന്നെ ഒരു ആസനം തയ്യാറാക്കി കൊടുത്തു. അപ്പൊ കീത്തും ഹോവാർഡും ഇന്ത്യയിൽ പോയ സമയത്ത് കുറച്ച് ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ്, ഒന്ന് രാധാകൃഷ്ണ ഫോട്ടോ ആയിരുന്നു, ഒന്ന് ഹനുമാന്റെ ഫോട്ടോ ആയിരുന്നു, ഒന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഷഡ്ഭുജ ഫോം ആയിരുന്നു. ശ്രീരാമന്റെ വില്ലും അമ്പും, ഭഗവാൻ കൃഷ്ണന്റെ മുരളി, പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസനും കമണ്ടലും, ഇങ്ങനെ ഷഡ്ഭുജ ഫോം ആയിരുന്നു. അപ്പൊ ഇതെല്ലാം ഫ്രെയിം ചെയ്തിട്ട് ആ റൂമിനെ സജ്ജീകരിച്ചു, അലങ്കരിച്ചു, അവിടെ ആസനം വെച്ചു, കാർപ്പറ്റ് ഇട്ടു. പ്രഭുപാദ വൈകുന്നേരം കീർത്തനം വന്നപ്പോഴേക്കും എല്ലാം വളരെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പ്രഭുപാദയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഉടനെ പറഞ്ഞ കാര്യം എന്താ, യു ആർ പ്രോഗ്രസിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത്. യു ആർ പ്രോഗ്രസിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്. അപ്പൊ അവർക്ക് അതായത് ഒരു നല്ല ഒരു ആചാര്യന്റെ, നല്ലൊരു സാധു, നല്ലൊരു ഭക്തന്റെ ആ സത്സംഗം കിട്ടിയപ്പോൾ അവരുടെയും പരിവർത്തനം പതുക്കെ ട്രാൻസ്ഫോർമേഷൻ പതുക്കെ നടന്നു തുടങ്ങി, അങ്ങനെ സംഭവിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ അവരും പ്രഭുപാദെ സേവ ചെയ്യാൻ തുടങ്ങി. ഈ കീത്തും ഇനീഷ്യൽ ഡേയ്സ് ഈ ഹോവാർഡ്, അതായത് ഹയഗ്രീവ പ്രഭുക്ക് ഒരുപാട് പ്രഭുപാദെ സേവനം ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രഭുപാദ എല്ലാ റേറ്റിംഗ് എഡിറ്റ് ചെയ്യുന്നതും പ്രൂഫ് റീഡിങ് ചെയ്യുന്നതും ടൈപ്പ് ചെയ്യുന്നതും എല്ലാം ഹോവാർഡായിരുന്നു. കീർത്തനാനന്ദ സ്വാമി വെസ്റ്റ് വിർജീനിയയില് ന്യൂ വൃന്ദാവൻ, അദ്ദേഹമാണ് അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് പാലസ് ഓഫ് ഗോൾഡ് ഉണ്ടാക്കിയത്. പ്രഭുപാദയ്ക്ക് ആ പ്രഭുപാദയുടെ പാലസ് ഓഫ് ഗോൾഡ്, അതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം അവർ വിട്ടുപോലും തിരിച്ച് വിളിക്കലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീണ്ടും പഴയ ആ സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രഭുപാദ ക്ഷമിച്ച് അവർ തിരിച്ചു വിളിക്കും. ഹയഗ്രീവൻ തന്നെ, ഹയഗ്രീവനെ എങ്ങനെയെങ്കിലും ഇതിൽ ഈ ഭക്തന്മാരുടെ കൂടെ നിർത്തണം പറഞ്ഞിട്ട് നല്ല കഴിവുണ്ട്. അവിടെ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ഹയഗ്രീവ പ്രഭു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പഴയ വാസന വിട്ടുപോകുന്നില്ല. അപ്പോൾ കുറച്ചു കാലം വരും, പിന്നെ വീണ്ടും പോകും, പഴയ ഹാബിറ്റ്സ് തുടങ്ങും. അങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും പ്രഭുപാദ ഹയഗ്രീവനെ ഇവിടെ പിടിച്ചു നിർത്തണം, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ ഒരു ട്രിക്ക് എടുത്തു. എന്താണ് പ്രഭുപാദ ട്രിക്ക് എടുത്തത്? ഹയഗ്രീവനെ വിളിച്ച് പറഞ്ഞു, ഹയഗ്രീവ് നിനക്ക് നീ സന്യാസം എടുക്കണം. അപ്പോൾ ഹയഗ്രീവ് പറഞ്ഞു, പ്രഭുപാദ് എനിക്കതിനായിട്ടില്ല, ഞാൻ ഇപ്പോഴും പഴയ ആ സ്വഭാവങ്ങളെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും ചെയ്യും. പ്രഭുപാദയുടെ ആഗ്രഹം എന്തായിരുന്നു? അതായത് ഹയഗ്രീവിനെ ടെമ്പിൾ പ്രസിഡന്റ് ആക്കണം. ടെമ്പിൾ പ്രസിഡന്റ് ആക്കിയാൽ അദ്ദേഹം റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതുകൊണ്ട് ടെമ്പിൾ പ്രസിഡന്റ് ആക്കാനുള്ള ഐഡിയ ഉണ്ട്. പക്ഷെ നേരെ പറഞ്ഞ് സന്യാസം തരാം, അതുകൊണ്ട് സന്യാസം എടുക്കണം. അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഓക്കെ, യു ബിക്കം ടെമ്പിൾ പ്രസിഡന്റ്. അതായത് ആഗ്രഹം അതായിരുന്നു. അപ്പൊ അത് എക്സെപ്റ്റ്, വേറെ അതല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ടെമ്പിൾ പ്രസിഡന്റ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതും വിട്ടുപോകണ്ടായി. പിന്നീട് പ്രഭുപാദയുടെ തിരോഭാവത്തിന് മുമ്പ് തന്നെ ഹയഗ്രീവൻ വിട്ടുപോയി. വീണ്ടും ആ പഴയ ശീലങ്ങളെല്ലാം തുടർന്നു. ഗോവയില് പ്രഭുപാദയുടെ തിരോഭാവത്തിന് ശേഷം ഗോവയില് അദ്ദേഹം വീണ്ടും ഡ്രഗിന് അഡിക്റ്റ് ആയിട്ട് ഗോവയിലെ ബീച്ചില് നമ്മളുടെ ഒരു സീനിയർ ഡിവോട്ടി, അദ്ദേഹം പെല്യ ശ്രീനാഥ് പ്രഭു, രാധാ ഗോപിനാഥ് ടെമ്പിൾ ബോംബെയിലെ ചൗപ്പാത്തിയിലുള്ള ഒരു പ്രഭു, അദ്ദേഹം ട്രസ്റ്റിയാണ് അവിടുത്തെ.
അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. വലിയൊരു ബിസിനസ്മാനാണ് ശ്രീനാഥ് പ്രഭുജി. അപ്പൊ അദ്ദേഹം കണ്ടു, എന്തോ ഒരു ബിസിനസ് മീറ്റിംഗ് പോയപ്പോ ബീച്ചിൽ പോയപ്പോൾ ഇദ്ദേഹം കിടക്കുന്നു, നോക്കിയപ്പോൾ അത് ഹയഗ്രീവാണ്. അപ്പൊ അദ്ദേഹം വളരെ ഒരു ദയനീയ അവസ്ഥയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്പൈനൊന്നും സ്പൈനൊക്കെ പ്രശ്നം വന്നിട്ട് ശരിക്കും ഇരിക്കാനും കൂടിയും പറ്റില്ല. എന്നിട്ട് അദ്ദേഹത്തിനെ അവിടുന്ന് കൊണ്ടുപോയി ഇവിടെ വെസ്റ്റ് വിർജീനിയ ന്യൂ വൃന്ദാവനിൽ പോയി. അവിടെ പിന്നെ മനസ്സിലായി എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് പ്രഭുപാദയുടെ ആഗ്രഹം 2-3 പ്രാവശ്യം പറഞ്ഞാണ് ആഗ്രഹം, അതായത് സന്യാസം എടുക്കണം, എനിക്ക് ഇനി ഞാൻ ഇനി ടോട്ടലി ഇൻവാലിഡ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ അറ്റ്ലീസ്റ്റ് പ്രഭുപാദയുടെ ആഗ്രഹം ഒന്ന് സഫലീകരിക്കട്ടെ പറഞ്ഞിട്ട് രാധാനാഥ് സ്വാമി മഹാരാജിനോട് പറയാണ് എനിക്ക് സന്യാസം തരാൻ. അങ്ങനെ ആ സന്യാസം കൊടുക്കാണ്. മുഴുവൻ 6 മാസം ജീവിച്ചു. അപ്പോൾ മുഴുവൻ സമയം 24 മണിക്കൂറും എന്ന് പറഞ്ഞ രീതിയിൽ ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹം ഈ ലോകം വഴിയാണ്. പക്ഷെ അത്രയും ഭക്തന്മാർക്ക് പ്രഭുപാദ പറയുന്നതെല്ലാം വേദവാക്യമാണ്. ഇതാണ്. അപ്പോൾ പ്രഭുപാദ എന്താണ് പറയുന്നത് അതിനപ്പുറം അവർക്കില്ല. പക്ഷെ എങ്കിലും പഴയ വാസനകൾ, പഴയ ഇംപ്രഷൻസ്, അത് കാരണം അവർക്ക് ചില സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. എങ്കിലും പ്രഭുപാദ വിട്ടില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. ഇവരെല്ലാം ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ട ആൾക്കാരാണ്. അപ്പൊ അവരൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോ ഒരു ഭക്തന്മാരെ എങ്ങനെ സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം, ഭഗവാനെ പോലെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇനീഷ്യേഷൻ സമയത്താണ് പ്രഭുപാദ പറയുന്നത് 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്. ആദ്യത്തെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ടുള്ളൂ. അവർക്ക് അറിയില്ല എന്താണ് 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് കൂടി അറിയില്ല. അന്ന് എമർജൻസി ആയിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ ഭക്തന്മാരാക്കിയിട്ട് പ്രചാരണം ചെയ്യണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം, ഇന്റൻഷനാണ് പ്രഭുപാദയ്ക്കുള്ളത്. അപ്പോൾ അങ്ങനെ പ്രഭുപാദ ഇനീഷ്യേഷൻ കൊടുത്തു. ചില ആൾക്കാർക്ക് സന്യാസം കൊടുത്തു. അവരെല്ലാം പല ആൾക്കാരും ഫോൾ ഡൗൺ ആയി. എങ്കിലും അതിൽ കുറെ ആൾക്കാർ പിടിച്ചു കിട്ടി. അവരുടെ അന്നത്തെ ആ ഇനീഷ്യൽ ഡിസൈപ്പിൾസിന്റെ ആ ഒരു സേവനത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി, അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ കാരണമാണ് ഇന്ന് നമ്മുടെ ഇസ്കോണിന്റെ ഇത്രയും ലക്ഷോപലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ളത്, ഫോളോവേഴ്സ് ഉള്ളത്. 700-800 പരം, ഏകദേശം 1000-ന്റെ അടുത്ത് സെന്റേഴ്സ് ഉണ്ട്, ഫാം കമ്മ്യൂണിറ്റീസ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തും ഇന്ന് രഥയാത്ര ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അതേപോലെ ഭഗവത്ഗീത, മറ്റ് ഗ്രന്ഥങ്ങളും എല്ലാ ഭാഷയിലും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവരുടെ ആ നല്ലൊരു സേവാ മനോഭാവം ഉള്ളത് കൊണ്ടാണ് പ്രഭുപാദയ്ക്ക് അറിയാം ഇവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. ആ ഫോറിനേഴ്സിനെ അനുകരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭാരതീയരെന്ന് അറിയാം. അതുകൊണ്ടാണ് പ്രഭുപാദ അവിടുന്ന് തുടങ്ങിയത്, ന്യൂയോർക്കിൽ നിന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവരെല്ലാം ആക്ച്വലി ഭഗവാനെ എങ്ങനെ സ്വാഗതം ചെയ്യണം, എങ്ങനെ സ്വീകരിക്കണം എന്നാണ് ഇതുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വേദിക് സഭ്യത, വേദിക് കൾച്ചർ ഇന്നില്ല. ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. എല്ലാം ഇൻഡസ്ട്രിയലൈസേഷൻ, ഫാക്ടറീസ്. അപ്പൊ എങ്കിലും കൂടിയിട്ട് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ നമുക്ക് കാണാം. ആ വേദിക് കൾച്ചർ ഇപ്പോഴും കാണാം. ഓക്കെ, ഇന്നും ചില ഗ്രാമങ്ങളിലൊക്കെ പോയി കണ്ടാൽ അവിടെ രംഗോളി, ചാണകം കൊണ്ട് മെഴുകിയിട്ടും രംഗോളി അതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടും ഒക്കെ അവരിപ്പോഴും ആ സഭ്യത കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ച് ആ വേദിക് കൾച്ചറിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അപ്പൊ അത്രയും നമ്മള് ഈ ഭൗതിക ജീവിതമായിട്ട്, ഓക്കെ, മോഡേൺ ലൈഫായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. തിരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഉള്ളത് നമ്മളുടെ എന്താണ് അവൈലബിലിറ്റി, എന്താണ് നമുക്ക് പറ്റുന്നത്, മാക്സിമം ആ ഒരു വേദിക് കൾച്ചർ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല എന്നാണ്. ഒരു പ്രാവശ്യം ഇവിടെ പാരീസില് പ്രഭുപാദ വരായിരുന്നു. അപ്പൊ ആ പ്രഭുപാദെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോട്ടീസ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡിവോട്ടീസ് എയർപോർട്ടിൽ വന്ന സമയത്ത് ഇവർ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ഒരു മിനിസ്റ്റർ, അവിടുത്തെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വരുന്നുണ്ടായിരുന്നു. അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികാരികൾ, കുറച്ച് ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഓഫീസേഴ്സ് പറഞ്ഞു. ഇത് കണ്ടു ഒരു സന്യാസി വര്യനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്രയും നല്ല ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കീർത്തനം ചെയ്യുന്നു, മാലകളെല്ലാം
അവർ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവർ വിചാരിച്ചു ഞങ്ങളുടെ മിനിസ്റ്ററേയും ഇങ്ങനെ റിസീവ് ചെയ്യണം. അപ്പൊ അവരോട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ മിനിസ്റ്റർ വരുമ്പോൾ അവരും കൂടി ഈ രീതിയിലൊന്ന് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവര് സമ്മതിച്ചു. അപ്പൊ അവരെ മിനിസ്റ്റർ വരുമ്പോഴും ഇവരെ കീർത്തനം ചെയ്ത് അവരെ സ്വീകരിച്ചു. വളരെ സന്തോഷമായി. അപ്പോൾ ആ റിസീവ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം പ്രഭാത് പറഞ്ഞ സമയത്ത് അവർ ചെന്ന് അഭ്യർത്ഥിച്ചു. അവരുടെ ഏറ്റവും വലിയ മേയറെ പറയാൻ പറഞ്ഞു പ്രഭാത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഒരു കണക്ഷൻ, മെറ്റീരിയൽ കണക്ഷൻ വെച്ചു. മേയർ വന്നിട്ട് പ്രഭാതെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പോൾ നമ്മുടെ ഈവൻ മെറ്റീരിയലിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് അതായത് ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് അബുദാബിയിലെ സമയത്ത് ബംഗ്ലാദേശില് ഒരു 10-40 ഡിവോട്ടീസ് അവിടുന്ന് ബംഗ്ലാദേശില് അവിടെ പോകാണ്ടായി വിസിറ്റിന്. അവിടെ നമ്മുടെ ഗോസ്വാമിമാരുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് പുണ്യ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് പോയിട്ട് ബംഗ്ലാദേശ് ഡിവോട്ടീസ് പറഞ്ഞാൽ വളരെ ചാർജ്ഡ് അപ്പ് ഡിവോട്ടീസ് ആണ്. അപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ റിസീവ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പൂമാല കൊടുത്തിട്ട് റിസീവ് ചെയ്തു. അവരുടെ ബാഗേജ് ഒന്നും ഇവരെ കൊണ്ട് തൊടാനും കൂടി സമ്മതിച്ചില്ല. അതേപോലെ പ്രസാദം പറഞ്ഞാൽ വളരെ സംശസ് ആയിട്ടുള്ള പ്രസാദം. ഈവൻ സിൽഹറ്റ് എയർപോർട്ടിൽ വെച്ചിട്ട് അവർക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് പ്രസാദം കൊടുത്തു. അത്രയും നല്ല സ്വീകരണമാണ്. ഇതാണ് ഒരു ഭക്തന്മാരെ റിസീവ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡെന്ന് അവർ കാണിച്ചിരുന്നത്. അത്രയും നല്ല ചാർജ് ഡിവോട്ടീസ് ആയിരുന്നു അന്ന് ഇവരെ സ്വീകരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കുന്നു ഇപ്പോഴത്തെ പ്രസന്റ് ഗവൺമെന്റിന്റെ. പക്ഷെ ഇതെല്ലാം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലും ഭഗവാൻ അതിനുള്ള വഴി കാണിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ നമ്മള് സ്വീകരിക്കേണ്ടത് എന്നാണ് കാണിച്ചു തരുന്നത്. ഭഗവത്ഗീതയിലെ 12ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ശ്ലോകം മുതൽക്ക് 20ാമത്തെ ശ്ലോകം വരെ, 12ാമത്തെ ചാപ്റ്ററിലും 15ാമത്തെ ചാപ്റ്ററിലും 20 ശ്ലോകമുള്ളൂ. വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ 12ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ശ്ലോകം മുതൽ 20ാമത്തെ ശ്ലോകം വരെ അതിന് ഭക്താഷ്ടകം എന്നാണ് പറയുന്നത്. ഞാനൊരു ഇതിൽ കേട്ടതാണ്, ഒരു ലെക്ചറിൽ കേട്ടതാണ്. എന്താണ്? ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ഈ 8 ശ്ലോകത്തില്. അതിന് 35 ക്വാളിറ്റീസ് ആണ് ഭഗവാൻ പറയുന്നത്. അത് വായിച്ചാൽ നമുക്കറിയാം. ഓക്കെ, അവസാനം അതീവമേ പ്രിയ, അവസാനം അല്ലെ, അത് ഏത് ഡിവോട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് 20ാമത്തെ ശ്ലോകം പറയുന്നു. അപ്പൊ ഏതെല്ലാം ഗുണമുള്ള ഏതെല്ലാം ക്വാളിറ്റീസ് ഉള്ള ഡിവോട്ടിയാണോ ഓരോ ശ്ലോകത്തിലും അതിനെ ഓരോ ക്വാളിറ്റീസ് പറഞ്ഞിട്ട് 35 ക്വാളിറ്റീസ് ആണ്, ഗുണങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. 13ാമത്തെ ശ്ലോകം മുതൽക്ക് 20ാമത്തെ ശ്ലോകം ഭക്താഷ്ടകം 8 ശ്ലോകങ്ങളിലെ ഭഗവാൻ ഭക്തന്മാരുടെ ക്വാളിറ്റീസ് പറയാണ്. അപ്പോൾ ഇതെല്ലാം അപ്പൊ നമ്മള് ഗുരു പരമ്പരയെ, നമ്മള് ഭക്തന്മാരെ, ഭഗവാനെ ഇവരെല്ലാം വ്യത്യസ്തമായിട്ട് കാണാനേ പാടില്ല. ഭഗവാന് തുല്യമായിട്ട് കാണണം. അതാണ് പ്രഭുപാദ ഈ ഇനീഷ്യേഷൻ സമയത്ത് പറയുന്നത്, യു ഷുഡ് ട്രീറ്റ് യുവർ സ്പിരിച്വൽ മാസ്റ്റർ ആസ് ഗുഡ് ആസ് ഗോഡ്. പക്ഷെ അദ്ദേഹം ഭഗവാനല്ല, അദ്ദേഹം ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ റെപ്രസെന്റേറ്റീവിനെ ഭഗവാന് തുല്യമായിട്ട് കാണണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഷോക്കായി. കാരണം വെച്ചാൽ അവർക്കറിയാം ഇത്രയും കാലം പറയുന്നത് ആരാണോ തന്നെ ഭഗവാനാണ് എന്ന് വിചാരിക്കുന്നത് അവരെ ഗോഡ്, ജിഒഡി, അവരെ അതിന് നേരെ വിപരീതമാണ് അവരുടെ. ഇപ്പൊ പറയുന്നു പ്രഭുപാദ അവരെ ഭഗവാന് തുല്യമായിട്ട് കാണണം. അപ്പൊ എന്താണ് വീണ്ടും അത് അവർ ക്ലാരിഫിക്കേഷൻ ചെയ്തു. ഇതേപോലെ ഈ ഹൈഗ്രീവ, അതേപോലെ മൈക്ക്, അതായത് മുകുന്ദ സ്വാമി എല്ലാം പോയിട്ട് ചോദിച്ചു എന്താണ് അതിന്റെ അർത്ഥം, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങേ ദൈവമായിട്ട് കാണും. അല്ല, ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ട് എങ്ങനെ ഭഗവാനെ, ദൈവത്തിനെ നിങ്ങൾ സേവിക്കുന്നു അതേപോലെ തന്റെ സ്പിരിച്വൽ മാസ്റ്ററെയും സേവിക്കണം. അല്ലാണ്ട് ഒരിക്കലും സ്പിരിച്വൽ മാസ്റ്റർ ദൈവമല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദ്വാരകവാസികളെ ഭഗവാന്റെ ആഗമനത്തില് ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആഘോഷങ്ങളും അലങ്കാരങ്ങളും എല്ലാം ചെയ്യാണ്. നമ്മള് ഈവൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫെസ്റ്റിവൽസ് ടെമ്പിൾ നടക്കുന്നുണ്ട് അല്ലെ. ആ ടെമ്പിൾ ഫെസ്റ്റിവലിൽ എത്ര നമ്മള് ഇതേപോലെ അലങ്കാരങ്ങളും തോരണങ്ങളൊക്കെ ചെയ്യുന്നു. വാഴ കൊണ്ട്, മാവിന്റെ ഇലകൾ കൊണ്ട്,
അരിമാവ് കൊണ്ട്, ചാണകം കൊണ്ട്, ഇതെല്ലാം അന്നത്തെ കാലത്ത്. ഇതൊക്കെയാണ് അതായത് ഐശ്വര്യം പകരുന്ന സാധനങ്ങൾ. ഇങ്ങനെ പൂമാലകളുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും അലങ്കാരം ചെയ്യാണ്. ഇതൊക്കെയാണ് നമ്മളുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് ടുവേർഡ്സ് ദ സുപ്രീം ലോർഡ് ആൻഡ് ഹിസ് പ്യൂർ ഡിവോട്ടീസ്. അപ്പോ ശുദ്ധ ഭക്തന്മാരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അനന്താൾവാറുടെ കഥ നിങ്ങൾക്ക് അറിയാം അല്ലെ? അനന്താൾവാർ എന്താണ് പറയുന്നത്? അനന്താൾവാരൻ ഭഗവാൻ വിളിച്ചു. രാമാനുജാചാര്യന്റെ ശിഷ്യനാണ് അനന്താൾവാർ. ഭഗവാൻ വിളിച്ചു എന്നെ കാണാൻ. അപ്പൊ പോയില്ല. പറഞ്ഞു വെച്ചു, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. അതായത് എൻ്റെ ഗുരുനാഥൻ എന്നോട് ഒരു പൂമാല ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അങ്ങക്ക് ചാർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ മൊട്ടാണ്. കുറച്ച് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നാൽ ഇതെല്ലാം അതിന്റെ ആ സ്മെല്ലാം സുഗന്ധം എല്ലാം പോവും. അപ്പൊ ആ മാലയുടെ ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഭഗവാന് ദേഷ്യം വന്നു. പിന്നീട് മാലെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പോയപ്പോ എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ. അപ്പൊ അനന്താൾവാർ പറഞ്ഞു, ഇല്ല, ഞാൻ വിട്ടുവരില്ല. കാരണം എൻ്റെ ഗുരുനാഥൻ എന്നെ ഏൽപ്പിച്ച ആ ദൗത്യം, ആ ജോലി കഴിയാൻ എനിക്ക് വരാൻ പറ്റില്ല. അത് ഗുരു നിന്ദയായിരിക്കും. ഭഗവാൻ തന്നെ വിളിച്ചാലും ശരി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഈ അനന്താണ് ആൾവാർ പറഞ്ഞു, അങ്ങയും ഒരു വാടകക്കാരനും ഞാനും ഒരു വാടകക്കാരാണ്. ഇത് ആരുടെ സ്ഥലമാണെന്ന് പറഞ്ഞത്? വരാഹദേവന്റെ സ്ഥലമാണ്. ഓക്കെ, അങ്ങും ഇവിടെ കുടിയേറി പാർത്താൽ ഞാനും കൂടി, അങ്ങക്ക് എന്താ അവകാശമുണ്ട് എന്നെ പറഞ്ഞയക്കാൻ? പിന്നെ അവസാനം ഭഗവാൻ പറഞ്ഞു, ഓക്കെ, വിട്ടോളാൻ പറഞ്ഞു. ആ ഒരു ഗുരുവിന്റെ ആ ഒരു സമർപ്പണ ഭാവം ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. അതുപോലെ ഹനുമാൻജി നാരദ മഹർഷിയെ എങ്ങനെയാണ് ആ ഒരു കുസൃതി കാണിച്ചത്? നാരദ മഹർഷി ഹനുമാനോട് പാടാൻ പറഞ്ഞു. ഓക്കെ, നാരദ മഹർഷി ഹനുമാനോട് പാടാൻ പറഞ്ഞു. തൻ്റെ ഗുരുനാഥനാണ് നാരദ മഹർഷി ഹനുമാന്റെ പാട്ടില്, സംഗീതത്തില്. അപ്പൊ ഒരു രാഗം പാടിയപ്പോ കല്ലും കൂടി മെൽട്ടായപ്പോ തൻ്റെ വീണ, നാരദ മഹർഷിയുടെ വീണ അതില് സ്റ്റക്കായി. അപ്പൊ എടുക്കണമെങ്കിൽ വീണ്ടും വേറൊരു രാഗം പാടണം, അതിനെ വീണ്ടും പഴയ സ്ഥിതിയിലാക്കണം. അപ്പൊ അത് പാടുന്നില്ല. അപ്പൊ എന്തായി? ഇദ്ദേഹം ഓടാൻ തുടങ്ങി. അപ്പോൾ നാരദ മഹർഷി ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഓടാണ് ഹനുമാനെ വിളിച്ചിട്ട്. അപ്പൊ ഹനുമാൻ തന്റെ വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാണ്. അപ്പോൾ നാരദ മഹർഷിയും വീടിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ കുസൃതി നിർത്തണം, അത് അദ്ദേഹത്തിന്റെ വീണെടുത്ത് കൊടുക്കൂ. അപ്പൊ എന്തിനാണെന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷിയുടെ ആ പാദചിഹ്നങ്ങള് തന്റെ വീട്ടിൽ പതിയണം. അത് അത്രയും ഐശ്വര്യമാണ്, ഒരു ശുദ്ധ ഭക്തനാണ്. അതായിരുന്നു ഹനുമാന്റെ ആഗ്രഹം. അപ്പൊ അത്രയും ഭഗവാന് തുല്യമായിട്ട് നമ്മള് ഭഗവാന്റെ ഭക്തന്മാരെ കാണണം. ഭഗവാന്റെ ആ പാദചിഹ്നങ്ങൾ എവിടെയുണ്ടോ അത് ഭഗവാൻ, അതൊരു യാതൊരു വ്യത്യാസം നമ്മൾ കാണാൻ പാടില്ല. അപ്പൊ വൃന്ദാവനത്തില് എന്തുകൊണ്ടാണ് നമ്മളുടെ ഉദ്ധവരൊക്കെ ആ മണ്ണിൽ കടന്നു ഉരുളുന്നത്? ഓരോ സ്ഥലത്തും ഭഗവാന്റെ പാദചിഹ്നങ്ങളുണ്ട്, ഗോപികമാരുടെ പാദചിഹ്നങ്ങളുണ്ട്. അത്രയും ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെയും പാദചിഹ്നങ്ങൾ നമ്മൾ ദർശിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനും വേറെ യാതൊരു ഐശ്വര്യം കിട്ടാനില്ല ആധ്യാത്മിക തലത്തില്. TOVPയില് പങ്കജാംഗരെ പ്രഭു, ജനനിവാസ് പ്രഭു, ഇവരൊക്കെ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ പാതുകമാണ് കൊണ്ടുപോയിരുന്നത് അല്ലെ. അപ്പോൾ അവരുടെ എല്ലാ സ്ഥലത്തും നിത്യാനന്ദ പ്രഭുവിന്റെ പാതുകം കൊണ്ടുപോയിട്ട് അവരെ പൂജിച്ചു, എല്ലാവർക്കും ദർശനം കൊടുത്തു. അതേപോലെ ഭരതൻ ശ്രീരാമസ്വാമിയുടെ പാതുകം വെച്ചിട്ടാണ്, ആ പാതുകമാണ് അയോധ്യ ഭരിച്ചിരുന്നത്. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ സന്യാസിവര്യന്മാരുടെ, അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ, നിത്യാനന്ദ പ്രഭുവിന്റെ, ഇവരെല്ലാം പാതുകം വയ്ക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ പാതുകം എവിടെയെല്ലാം ചൈതന്യ മഹാപ്രഭു സന്ദർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പാതുകം വെച്ചിട്ട് അവിടെ ചെറിയൊരു അമ്പലം ഉണ്ടാക്കുന്ന ഒരു ഇത് ഇപ്പോ ഇസ്കോൺ GBC ചെയ്യുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉണ്ട്, ഇവിടെ സൗത്ത് വൃന്ദാവനിൽ ഇപ്പൊ അവർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ചൈതന്യ മഹാപ്രഭുവിന്റെ പാതുകം വെച്ചിട്ട് നമ്മള് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ഭക്തന്മാരുടെ
സാമഗ്രികൾ, ഭക്തന്മാരുടെ പാരഫാനിയ, ഇതെല്ലാം ഭക്തന്മാരിൽ നിന്ന് അഭിന്നമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ് ചെയ്യുന്നത്. സോ പർപ്പോട്ടിൽ പറയുന്നത് സെൻറ്റഡ് വാട്ടേഴ്സ് പ്രിപ്പയർഡ് ബൈ ഡിസ്റ്റിലിംഗ് ഫ്ലവേഴ്സ് ലൈക്ക് റോസ് ആൻഡ് കേവറ അല്ലെ. ഈ കേവറ വാട്ടറൊക്കെ നമ്മൾ അഭിഷേകത്തിനും അതേപോലെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. റോസ് വാട്ടർ, കേവറ വാട്ടർ, അതേപോലെ സാൻഡൽവുഡ്, ഇതെല്ലാം നമുക്ക് ഡേറ്റി അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ്. റീക്വിസിഷൻ ടു വെറ്റ് ദ റോഡ്സ്, ഇതൊക്കെ അവിടെ ആ റോഡിനെ നനയ്ക്കാൻ വേണ്ടി. അപ്പൊ അത്ര നല്ല സുഗന്ധം നമുക്ക് കിട്ടും ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി, ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി. സ്ട്രീറ്റ്സ് ആൻഡ് ലെയിൻസ് ഓഫ് ദ്വാരകാധാമ, സച്ച് പ്ലേസസ് along with the marketplace and public meeting places were thoroughly cleansed. നമ്മൾ ചവറ, അതായത് 4 കൂടിയ സ്ഥലം എന്ന് പറയില്ല, ജംഗ്ഷൻ, അവിടെയൊക്കെയാണ് പബ്ലിക് മീറ്റിംഗ് പ്ലേസ്. നമ്മൾ ഈവൺ ഇപ്പോഴത്തെ മുമ്പത്തെ കാലത്ത് നമ്മൾ ആ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ആൾക്കാരൊക്കെ വൈകുന്നേരം വന്നിട്ട് മീറ്റിംഗ് പ്ലേസസ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അന്നും ഈ ദ്വാരക എന്നുള്ള പറഞ്ഞ സ്ഥലം ഇന്നത്തെക്കാളും എത്രയോ വലിയൊരു ഇതായിരുന്നു, സിറ്റി ആയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഒരുപാട് മാർക്കറ്റ് പ്ലേസ്, പബ്ലിക് മീറ്റിംഗ് പ്ലേസസ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വലിയ വലിയ ഹൈവേസ് ഉണ്ട് അല്ലേ, ഹൈവേസും കൊണ്ടുണ്ടായിരുന്നു. ആരാണ് ദ്വാരക നിർമ്മിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരം? വിശ്വകർമാവല്ലേ? വിശ്വകർമാവ്, ഭഗവാൻ വിശ്വകർമാവിനെ ഏൽപ്പിച്ചത്. ആ ദ്വാരക ഭഗവാൻ പോകുന്നതോടുകൂടി അതിനെ വെള്ളത്തിൽ താഴ്ത്തി. അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് താഴ്ത്തിയത്? കലിയുഗത്തില് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഭഗവാൻ നന്നായിട്ട് അറിയാം. കലിയുഗത്തില് നമ്മളെല്ലാം പ്രകൃതിയെ ചൂഷണം ചെയ്യാണ്. പ്രഭുപാദ പറയുന്നുണ്ട്, ഈവൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, നമ്മളും ദേവീ ദേവതമാരും നല്ല സഹകരണത്തിനോട് കൂടിയിട്ട് ജീവിക്കാൻ പാടുള്ളൂ. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ പശുവിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഓക്കെ, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിവിടെ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്, പശുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. പശുക്കളെ എല്ലാം നമ്മൾ സ്ലോട്ടർ ഹൗസസിൽ പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ക്ഷോഭം വരുന്നത്. ഓക്കെ, സുനാമി, ഹരിക്കെയിൻ, എർത്ത്ക്വേക്ക്, ഡ്രോട്ട്, ഫ്ലഡ്, ഇതെല്ലാം വരുന്ന കാരണം എന്താ? നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. പ്രകൃതി നമ്മളും ഒരു സഹകരണത്തോടു കൂടി വർത്തിക്കണം എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ അതായത് ഇപ്പൊ സമുദ്രത്തിന്റെ നടുക്കിൽ പോയിട്ടാണ് ഡ്രില്ലിങ് ചെയ്യുന്നത്. ഭൂമിദേവി ഡ്രിൽ ചെയ്തിട്ട് എന്തിന്? ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി, ഫാക്ടറീസ് കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ. പ്ലാസ്റ്റിക്, എത്ര പ്ലാസ്റ്റിക്! ഈ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ തന്നെ എത്ര കാര്യം. അന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യാണ് നമ്മളുടെ നേച്ചറിനെ, നമ്മളുടെ പ്രകൃതി അല്ലേ. കൗ സ്ലോട്ടറിങ്, എന്തെല്ലാം അനർത്ഥങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തെല്ലാം പാപകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. നമ്മളെ ആ ഒരു വേദിക് കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. ഒരു പ്രഭാത പറയുന്നത്, നമുക്ക് ചെറിയൊരു വീട് വേണം, കുറച്ച് ലാൻഡ് വേണം, ഒരു പശു വേണം ജീവിക്കാൻ. നമുക്ക് ഓയിലോ മോട്ടോർ വെഹിക്കിൾസ് അല്ലേ അന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ ജീവിച്ചിരുന്നു, സുഖമായിട്ട് ജീവിച്ചു. ഇന്ന് മോട്ടോർ വെഹിക്കിൾസ് കാരണം ടോട്ടലി പൊല്യൂട്ടഡ് ആണ്, എല്ലാം പൊല്യൂട്ടഡ് ആണ്, എല്ലാ റിവേഴ്സും പൊല്യൂട്ടഡ് ആണ്, ഡീഫോറസ്റ്റേഷൻ. അപ്പൊ നമ്മൾ ടോട്ടലി എഗെയിൻസ്റ്റ് ദ വേദിക് കൾച്ചറാണ് പോകുന്നത്. പ്രകൃതിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇന്ന് തിരിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കലിയുഗം കഴിയണം, സത്യയുഗം വരണം, എന്നാൽ തന്നെ നമുക്ക് ഒരു രക്ഷയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു പോകാൻ, നമ്മൾ വി ഹാവ് കം ഫാർ അവേ ഫ്രം ദാറ്റ്. അത്രയും ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു പോക്കില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് മാക്സിമം നമ്മുടെ അനാവശ്യമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി കൂടുതൽ നമ്മൾ ഭഗവത് സേവനം ചെയ്ത് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നല്ലതാണ്.
അപ്പോൾ ഇത് വിശ്വകർമാവ് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഭഗവാൻ പോയതോടെ അത് പോയി. സേതുബന്ധനം ശ്രീരാമസ്വാമിയുടെ അല്ലേ, ആ സേതുബന്ധനം അത് കഴിഞ്ഞ ഉടനെ രാവണ യുദ്ധം കഴിഞ്ഞ് രാവണനെ തോൽപ്പിച്ച്, അതായത് വധിച്ച ഉടനെ അത് ഡിസ്മാൻഡിൽ ചെയ്തു. കാരണം അതിന്റെ ആവശ്യമില്ല. അതിനെയും നമ്മൾ ഇന്നത്തെ കാലത്ത് കലിയുഗത്തില് ആൾക്കാർ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പൊ അതിനെയും ഡിസ്മാൻഡിൽ ചെയ്തു. ഭഗവാൻ അറിയാം. So from the above description, it appears that the city of Dwaragadhama was considerably big, containing many highways, streets, and public meeting places, and with parks, gardens, and reservoirs of water. ജലാശയങ്ങള്, ഗാർഡൻസ്, പാർക്സ്, പബ്ലിക് മീറ്റിംഗ് പ്ലേസസ്, ഹൈവേസ്. ഇപ്പോൾ ബിഗ് സിറ്റി ആയിരുന്നു. ഇത് ചെറിയൊരിതൊന്നല്ല. നമ്മള് വിചാരിക്കുന്ന ഒരു ചെറിയ എത്രയോ വലിയ സ്ഥലമായിരുന്നു. മധുര സിറ്റി മുഴുവൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. മധുരയിലത്തെ എല്ലാ മധുരവാസികളെയും എല്ലാവരെയും അങ്ങോട്ട് ഒരേ ഒരു രാത്രി കൊണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ജരാസന്ധന്റെ 17 തവണ യുദ്ധത്തില് തോൽപ്പിച്ചു. 18ാമത്തെ സമയം ഇവര് പഠിക്കില്ല, ഇങ്ങനെ ഇരുന്നാൽ ശരിയല്ല പറഞ്ഞിട്ട് ഭഗവാൻ സ്വയം ഇവരെല്ലാം അങ്ങോട്ട് ഒരേ ഒരു രാത്രി കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അത്രയും വലിയ സിറ്റിയാണ് മധുരാമണ്ഡലം എന്ന് പറയാം. എത്രയോ യോജന വലിപ്പമുള്ളതാണ്. ഇത്രയും വലിയ എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. അപ്പൊ അന്നത്തെ കാലത്തും വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തെ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ വേദിക് കൾച്ചറിനോട് അനുസൃതമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിരുന്നില്ല, അതിന് വിപരീതമായിരുന്നില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. So containing many highways, streets, and public meeting places with parks, gardens, and reservoirs of water, all very nicely decorated with flowers and fruits. അപ്പോൾ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പൂക്കള്, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉപയോഗിക്കും, പ്ലാന്റ്സ് ഇതെല്ലാം ഉപയോഗിക്കും. ഇപ്പൊ വാഴ അല്ലേ, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിലവിളക്ക് കൊളുത്തുന്നു, 2 സൈഡിലും എൻട്രൻസില് വാഴ, പിന്നെ അതേപോലെ മാവിന്റെ ഇല, നാരങ്ങ, ഇതെല്ലാം വളരെ ഓസ്പിഷ്യസ് ആണ്, വളരെ ഐശ്വര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ പോകുമ്പോൾ ഗോപുരങ്ങളുണ്ട്. എത്ര വലിയ ഗോപുരങ്ങൾ! അപ്പൊ ശ്രീരംഗം പോയാൽ അറിയാം, ഒരുപാട് ഗോപുരങ്ങൾ, എത്ര വലിയ വലിയ ഗോപുരങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അന്നത്തെ കാലത്തുള്ള എത്രയോ വർഷം പഴക്കമുള്ള ടെമ്പിൾസ് ആണ് അതെല്ലാം. പിന്നെ ഗ്രെയിൻസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വിത്ത് അൺബ്രോക്കൺ സീഡ്സ് ഓഫ് ഗ്രെയിൻ വെർ ആൾസോ സ്ട്യൂൺ ഓവർ ദ പബ്ലിക് പ്ലേസസ്. എന്താണ് അതിനെന്താ പറയാ? അക്ഷത അല്ലേ, അതിനും ഓസ്പീഷ്യസ് ആണ്. അൺബ്രോക്കൺ ഗ്രെയിൻസ്, അതും നമ്മള് എല്ലാ സ്ഥലത്തും. സെന്റഡ് വാട്ടേഴ്സ്, ഇന്നും ഹോളി കളിക്കുന്നുണ്ടല്ലേ, സെന്റഡ് വാട്ടേഴ്സ്. അതേപോലെ കളേഴ്സ്, ഇതൊക്കെ. പിന്നെ അതുമല്ല, മുമ്പത്തെ കാലത്ത് തൈരില് ടർമറിക് ഇട്ടിട്ട്, എന്താ അത്, മഞ്ഞളിട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ ഓസ്പീഷ്യസ് ആണ്. അങ്ങനെ ചെയ്യുമായിരുന്നു. സോ അൺബ്രോക്കൺ സീഡ്സ് ഓഫ് ഗ്രെയിൻ ഓർ ഫ്രൂട്ട്സ് ഇൻ ദ seedling stage were considered auspicious, and they are still so used by Hindus in general on festival days. ഇപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ആനകളെ ഉപയോഗിക്കുന്നു അല്ലെ, ഭഗവാന്റെ സേവനത്തില്. അപ്പൊ അന്നത്തെ കാലത്ത് കുതിരകളെ, ആനകളെ ഇവരൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആനകള് തന്റെ തുമ്പിക്കൈയില് ഈ സെന്റഡ് വാട്ടർ എടുത്തിട്ട് സ്പ്ലാഷ് ചെയ്യും എല്ലാ ദിക്കിലും. ഇന്ന് എല്ലാം മോഡേണൈസ്ഡ് ആണ്. അന്ന് ആനകളെ ഉപയോഗിച്ചിരുന്നത്. സ്ട്രീറ്റ്സും ഇതെല്ലാം സെന്റഡ് വാട്ടർ കൊണ്ട് സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനകളെ യൂസ് ചെയ്യുന്നത്. തുമ്പിക്കൈയില് അതെടുക്കും, എല്ലാ ദിക്കിലും സ്പ്രിങ്കിൾ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാനെ ദ്വാരകവാസികളെ അവിടെ സ്വാഗതം ചെയ്ത് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം, ടെക്സ്റ്റ് 15. ദ്വാരി ദ്വാരി ഗൃഹാണാം ച ദധി അക്ഷത ഫലേക്ഷുഭി അലങ്കൃതം പൂർണ്ണകുംഭേ ബലേഭിർധൂപദീപകൈ. ദ്വാരി ദ്വാരി ഗൃഹാണാം ച ദധി അക്ഷത ഫലേക്ഷുഭി അലങ്കൃതം പൂർണ്ണകുംഭേ ബലേഭിർധൂപദീപകൈ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാരി ദ്വാരി ഗൃഹാണാം ച ദദി അക്ഷരഫലേഷുഭിः അലങ്കൃതാം പൂർണ്ണകുംഭൈർബലിഭിർ ധൂപദീപകൈः. വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. ഓരോ നഗരവാസികളുടെയും ഭവനത്തിൽ മംഗളദർശനങ്ങളായ തൈര്, ഫലങ്ങൾ, കരിമ്പ്, പൂർണ്ണകുംഭം, സർവ്വവിധ പൂജാ സാമഗ്രികൾ, ചന്ദനത്തിരി, ദീപം എന്നിവയെല്ലാം ഒരുക്കി വച്ചിരുന്നു. ഹരേ കൃഷ്ണ. Reward. In each and every door of the residential houses, auspicious things like curd, unbroken fruits, sugarcane, and full water pots with articles for worship, incense, and candles were all displayed. ഓരോ വീട്ടിലും അതായത് ഓരോരുത്തരുടെ വീട്ടിലും ഈ ഐശ്വര്യപൂർണമായിട്ടുള്ള സാമഗ്രികളുടെ ദ്രവ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണത്? കേർഡ്, അൺബ്രോക്കൺ ഫ്രൂട്ട്സ്, ഫുൾ, ഷുഗർ കെയിൻ, കരിമ്പ്, ഫുൾ വാട്ടർ പോട്ട്സ്, പൂർണ്ണകുംഭം, വിത്ത് ആർട്ടിക്കിൾസ് ഫോർ വേർഷിപ്പ്, അതായത് പൂജ ചെയ്യാനുള്ള എല്ലാ പാരഫാനലിയും, ഇങ്ങനെ ഇൻസെൻസ്, കാൻഡിൽസ് എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഭഗവാനെ നമ്മൾ വേർഷിപ്പ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതല്ല, നമ്മളൊരു സന്യാസി വരാൻ, ഒരു നല്ലൊരു വരിഷ്ഠ ഭക്തൻ വരുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവർ സ്വീകരിക്കുന്നത്? അവരെ പൂർണ്ണ കുംഭം കൊണ്ട് സ്വീകരിക്കുന്നു, പിന്നെ അവരെ ആരതി ചെയ്യുന്നു, അല്ലെ? അവർക്ക് മാലിട്ട് കൊടുക്കുന്നു, പിന്നെ പ്രണമിക്കുന്നു, എന്നിട്ട് അവർക്ക് ആസനം കൊടുക്കുന്നു. അപ്പൊ ഈവൻ ഇപ്പോഴും നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മിനിമം 3 കാര്യങ്ങൾ. ഓക്കെ, അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് സ്വീകരിക്കുക, അവർക്ക് ആസനം കൊടുക്കുക, അല്ലെ? പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ദൂര സ്ഥലത്ത് നിന്ന് വരുന്നതായിരിക്കും പ്രസാദം കൊടുക്കുക. അപ്പൊ ഇത്രയും മിനിമം നമ്മൾ ചെയ്യണം. നമ്മുടെ വീട്ടിൽ അതിഥി വരുമ്പോൾ അവരെ നല്ല വാക്ക് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ആസനം കൊടുക്കുക, പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ദൂര സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് പ്രസാദം കൊടുക്കുക, അതൊക്കെ ചെയ്യണം. ഇത്രയെങ്കിലും മിനിമം നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ, മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ, എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകണം. സാധുജനങ്ങളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കഴിവിനനുസരിച്ചിട്ട് അത് ചെയ്താൽ മതി. The process of reception according to the Vedic rites is not at all dry. ഇതൊരു ഡ്രൈ അല്ല. നമ്മൾ ഒരു മെറ്റീരിയൽ ഭൗതിക തലത്തിലുള്ള ഒരു ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് വെറൈറ്റീസ് വേണം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സുഖം. എന്നും ഒരേ സാധനം, ഇപ്പോൾ എന്നും നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാവുമോ? അപ്പം നമുക്ക് വെറൈറ്റീസ് വേണം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണ്? സന്തോഷം, സുഖം ഒന്നെന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ഭക്ഷണം കഴിച്ചാലും നാളെ വേറൊരു ഭക്ഷണം കഴിച്ചാലും നമ്മുടെ മനസ്സിനും നമ്മുടെ ദേഹത്തിനും കിട്ടുന്നത് ഒരേ സന്തോഷം, ഒരേ സുഖം തന്നെയാണ്, അല്ലേ? അപ്പോൾ വെറൈറ്റീസ് വേണം, പക്ഷേ ഒരേ ഒരു തരത്തിലുള്ള സന്തോഷ സുഖം കിട്ടുള്ളൂ. പക്ഷെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അല്ല. സെയിം കാര്യങ്ങൾ, സെയിം ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുന്നു, സെയിം ആരതി ചെയ്യുന്നു, സെയിം ഭഗവത്ഗീത ഭാഗവതമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അതിനെ വായിക്കുന്നു. പക്ഷേ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭൂതി, ആ ആസ്വാദനം, ആ സന്തോഷം, അതിന്റെ ലെവൽ, അതിന്റെ ഡിഗ്രി, ഇറ്റ് ഈസ് വേരിയിങ്. അത് കൂടുതലാണ്, അത് വ്യത്യസ്തമാണ്. ഓരോ ദിവസം നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമാണ്. ഒരേ സുഖം, ഒരേ സന്തോഷമല്ല. ഒരേ ഒരു ശ്ലോകം നമ്മൾ ഭഗവത്ഗീത ഭാഗവതത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഓരോരുത്തരും പറഞ്ഞു തരുന്നത് വ്യത്യസ്ത രീതിയായിരിക്കും, അല്ലെ? അവരുടെ അനുഭവങ്ങളിലും അവരുടെ റിയലൈസേഷനും. ഒരേ ശ്ലോകം തന്നെ 10 ഭക്തന്മാരെ നമ്മൾ കേൾക്കുമ്പോൾ 10 വിധത്തിലുള്ള റിയലൈസേഷനാണ് കിട്ടുക. പക്ഷെ ഭൗതിക തലത്തിൽ അങ്ങനെയല്ല. ഭൗതിക തലത്തില് നമ്മുടെ വെറൈറ്റീസ് വേണം, അപ്പോഴേ നമുക്ക് സുഖമുള്ളൂ. പക്ഷെ സുഖം ഒരേ സുഖം തന്നെ കിട്ടുക. ഇവിടെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സുഖങ്ങളും ഇവിടെ കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദ പ്രോസസ് ഓഫ് റിസെപ്ഷൻ അക്കോർഡിംഗ് ടു വേദിക് റൈറ്റ്സ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡ്രൈ. ഡ്രൈ അല്ലാതെ അത് വളരെ ജ്യൂസിയാണത്. സുസുഖം കർത്തുമോപ്യം എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയില്. അപ്പൊ ഇത് സ്പിരിച്വൽ പ്രാക്ടീസ്, ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ
സുസുഖം കർത്തും അവ്യയം, അത് എപ്പോഴും ആനന്ദം പകരുന്നതാണ്. അത് ഇൻഎക്സോസ്റ്റിബിൾ ആണെന്നാണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത്. The reception was made not simply by decorating the roads and streets as above mentioned, but by worshipping the Lord with requisite ingredients like incense, lamps, flowers, sweets, fruits, and other palatable eatables according to one's capacity. നമുക്കറിയാം ജഗന്നാഥ് പുരിയില് ജഗന്നാഥ് പ്രസാദം, അതായത് ഭോഗം കഴിച്ചിട്ട് കൈ കഴുകി അത് ആ കൈ ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത സെറ്റ് ഓഫ് പ്രസാദം ചപ്പൻ ഭോഗ് റെഡിയായി. അപ്പൊ ഒരു ദിവസത്തിൽ എത്രയോ പ്രസാദം. അപ്പൊ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ഭഗവാന്റെ പ്രീതിയാണ് നമ്മുടെ ആവശ്യം. അപ്പൊ എത്രയോ പ്രസാദങ്ങൾ, എത്രയോ ഇപ്പൊ നമ്മുടെ ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചപ്പൻ ഭോഗമെന്നല്ല, എത്രയോ ആയിരക്കണക്കില് ഭോഗമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അല്ലെ, ജഗന്നാഥ് രഥയാത്രയ്ക്കും മറ്റു ഫെസ്റ്റിവൽസും ഒക്കെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. സോ ഓൾ were offered to the Lord and the remnants of the foodstuff were distributed amongst the gathering citizens. ഇതിനുശേഷം ഇതെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? ഇതെല്ലാം ഭക്തന്മാർക്കാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ ആര് വന്നാലും ശരി അവർക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട്. കാരണം വെച്ചാൽ ഈ പ്രസാദത്തിലൂടെയാണ് നമ്മളും സ്പിരിച്വലി അഡ്വാൻസ് ആവുന്നത്. പ്രഭാത ഭരണിയിലാണ് എന്താ ഗുലാബ് ജാം വെച്ച് ആര് വന്നാലും അത് തുറക്കുന്നു, എത്ര വേണിച്ച് എടുക്കുന്നു, ഒരു ഇതുമില്ല. അതേപോലെ പ്രോഗ്രാം കഴിഞ്ഞാൽ പ്രഭാത സ്വയം സ്വീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഭക്തന്മാർക്കും വരുന്നവരെല്ലാവർക്കും. പ്രസാദം ഒരുപാട് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഇസ്കോണില്. അപ്പോ പ്രഭാതയുടെ ആ ഗുലാബ് ജാമിന് ഇസ്കോൺ ബുള്ളറ്റ് എന്നാ പറയുന്നത്. പ്രഭാത ഗുലാബ് ജാം എന്ന ഇസ്കോൺ ബുള്ളറ്റ് ഒരുപാട് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാര് ഈ മൂവ്മെന്റ് വരുന്ന പ്രസാദത്തിന്റെ ഇത് കാരണമാണ്. ചില ആൾക്കാര് ഫിലോസഫി, ചില ആൾക്കാര് കീർത്തൻ, ചില ആൾക്കാര് ഡെയ്റ്റീസിന്റെ ആ ഒരു ഭംഗി കണ്ടിട്ട്, അങ്ങനെ പല ആൾക്കാരും പല കാരണം കൊണ്ടാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം ഇതിൽ വന്നു പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു ഇതിൽ അത്രയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്താണ് ഇവിടെ? സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ്, ഇതാണ് മെയിൻ. എല്ലാവർക്കും ആഗ്രഹം അതാണ് അല്ലേ. ഒരുപാട് ഡിവോട്ടീസ്. ഇപ്പൊ ഭക്തി വിനോദ് മഹാരാജ് സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇനീഷ്യൽ ഡേയ്സില് അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞിട്ട് എംടെക്കിന് വേണ്ടി ബോംബെ പോയ സമയത്ത് അദ്ദേഹം രേവതി രമൺ പ്രഭു, പിന്നെ മധു പണ്ഡിറ്റ് ബാംഗ്ലൂരിലുള്ള അവരെല്ലാം ഇസ്കോൺ ടെമ്പിളിൽ പോകും. ഇസ്കോൺ ടെമ്പിളിൽ പോകുന്നത് എന്തിനാണ്? വേറൊന്നല്ല, പ്രസാദനം. എന്നിട്ട് അതായത് ലൈഫ് മെമ്പേഴ്സിന് ലൈനിൽ നിൽക്കും. കാരണം ലൈഫ് മെമ്പേഴ്സിന് ആ ലൈനിൽ ആ ക്യൂവിൽ നിന്നാൽ അവിടെ സ്പെഷ്യൽ പൂരി, സ്പെഷ്യൽ പ്രസാദമാണ്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പൊ അവർക്ക് അറിയാം ഇവര് ലൈഫ് മെമ്പർ അല്ലാന്ന് അറിയാം, ഇവരെല്ലാം സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ് ആണ്. എങ്കിലും അവരെ വിലക്കിയില്ല, വന്നോട്ടെ, അവർ കൊടുത്തോളും. അതുകൊണ്ട് ആ പ്രസാദം കാരണം അവരും അതിൽ വന്നു പെട്ടു അല്ലേ, വലിയ ഭക്തന്മാരായി മാറി. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ പ്രസാദം വലിയൊരു റോള് നമ്മളുടെ ഡിവോഷണൽ ലൈഫില് നമുക്ക് തരുന്നുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ഹൗസ് വാസ് ready to receive the Lord in a similar way, and thus each and every house on the roads and streets distributed such remnants of food to the citizens, and therefore the festival was successful. Without distribution of food, no function is complete, and that is the way of Vedic culture. Ipo കുംഭമേള നടക്കാൻ പോവാണ്. 12 13 ദിവസം 40 കോടിയിൽ പരം ആൾക്കാർ പങ്കെടുക്കാൻ പോകുന്നവരുണ്ട്. അപ്പൊ ഇസ്കോൺ ചൗപ്പാത്തിയില് ഗൗരാംഗ പ്രഭു അദ്ദേഹത്തിന്റെ ഞാൻ ഇത് കേൾക്കുകയായിരുന്നു. അവിടെ 2-3 സ്ഥലത്താണ് പ്രസാദം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രസാദം അറേഞ്ച്മെന്റിന് ഒരു ദിവസം അവർ പ്ലാൻ ചെയ്യുന്ന എത്ര അറിയോ? 75,000 പ്ലേറ്റ് പ്രസാദമാണ് ഒരു ദിവസം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 75,000. ജസ്റ്റ് ഇമാജിൻ. നമ്മളുടെ ഇസ്കോൺ മാത്രം ഒരു ആ ചൗപ്പാത്തിയിലത്തെ ആ ഇസ്കോൺ ടെമ്പിൾ മാത്രം 2-3 സ്ഥലത്ത് അവര് കിച്ചൺ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പെർ ഡേ 75,000 പ്ലേറ്റ്സ് ദേ ആർ പ്ലാനിങ് ടു ഡിസ്ട്രിബ്യൂട്ട് പ്രസാദം. ഇതെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇന്നല്ലെങ്കിൽ നാളെ അവരെ പോസിറ്റീവ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രസാദം, ഭഗവാന്റെ പ്രസാദം. അപ്പൊ എങ്ങനെ
പ്രസാദമില്ലാണ്ട് ഒരു ഓസ്പീഷ്യസ് റിലീജിയസ് ഫംഗ്ഷനും കംപ്ലീറ്റ് അല്ല എന്നാണ് പറയുന്നത്. Therefore, the festival was successful. Without distribution of food, no function is complete. And that is the way of Vidya. അപ്പോൾ ഇസ്കോണില് പ്രസാദം plays a very important role. പ്രസാദം ഇല്ലാണ്ട് ഒരു ഫെസ്റ്റിവലും ഇല്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എങ്കിലും കൊടുത്തു വിടണം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णवती की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, वो प्रेमानंदे। हरि हरि बोल।